മലബാർ സഭയിലെ കുർബാന തർക്കം പുതിയ തലങ്ങളിലേക്ക്. മുൻ ആർച്ച് ബിഷപ്പിന്റെ വെളിപ്പെടുത്തലുകൾ സഭാ നേതൃത്വത്തിനും വിമതന്മാർക്കും തിരിച്ചടിയായി മാറുന്നു. സീറോ മലബാർ സഭയിലെ കുർബാന പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സഭാ സിനഡ് കൂടിയപ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ തെളിയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിവാദ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനവും എടുക്കാതെയാണ് സിനഡ് പിരിഞ്ഞത്. സിനഡിന്റെ മെല്ലെപ്പോക്കും നിലപാടില്ലായ്മയും ഭാവിയിൽ വൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. വത്തിക്കാന്റെയും മാർപ്പാപ്പയുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടും കുർബാന തർക്കത്തിൽ തീരുമാനമാകാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് സഭാവിശ്വാസികൾ. 1965 ശേഷമാണ് എറണാകുളം രൂപതയിൽ ലത്തീൻ അനുകരണമായി ജനാഭിമുഖ കുർബാന ആരംഭിച്ചത്. ബാക്കി എല്ലാ രൂപതകളും സിനഡ് കുർബാന ചൊല്ലുമ്പോൾ വിമതരിൽ 200ഓളം അച്ഛന്മാരാണ് ഏകീകരണ കുർബാനയ്ക്ക് തടസ്സം നിൽക്കുന്നത്. ഒരുപക്ഷെ വിമതർക്കെതിരെ വത്തിക്കാൻ നടപടിയെടുത്തിരുന്നെങ്കിൽ ഏകീകൃത കുർബാന എപ്പോഴേ നടപ്പിലാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ അടക്കമുള്ളവർ വിമതർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതായാണ് കാണപ്പെടുന്നത്. ആയതിനാൽ തന്നെ തൃശൂർ, ചങ്ങനാശ്ശേരി അതിരൂപതകൾ കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നുവെന്നാണ് അറിയാൻ സാധിച്ചത്. ഭാവി നീക്കങ്ങൾ ചർച്ച ചെയ്യുവാൻ നിയുക്ത ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിനെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. സിനഡ് കുർബാന നടപ്പിൽ വരുന്നില്ല എങ്കിൽ തങ്ങൾക്ക് കടുത്ത നിലപാട് എടുക്കേണ്ടി വരുമെന്നാണ് മാർ തോമസ് തറയിൽ വ്യക്തമാക്കുന്നത്. പരിപൂർണ ജനാഭിമുഖ കുർബാനയാണ് ചങ്ങനാശ്ശേരി, പാല, ഇടുക്കി, കോതമംഗലം, കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ ഉണ്ടായിരുന്നത്. അടുത്ത സിനഡിന് മുന്നേ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പിലാക്കിയില്ലെങ്കിൽ തങ്ങൾ സുറിയാനി പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുമെന്നാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ നിലപാട്. മുൻ മേജർ ആർച്ച് ബിഷപ്പിനെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ച വിഷയവും ചങ്ങനാശ്ശേരി അതിരൂപത ഗൗരവമായി ചർച്ച ചെയ്യുകയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പുതിയ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായി മാർ തോമസ് തറയിൽ സ്ഥാനമേറ്റത് കൽദായവാദികളായ വിശ്വാസികൾക്ക് പകർന്നിരിക്കുന്ന ഊർജം ചെറുതല്ല. വരും നാളുകളിൽ സഭയിലെ രൂക്ഷമായ തർക്കങ്ങൾക്കാകും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.